എങ്ങനെ ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം? പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ മാത്രമല്ല, നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് കൊണ്ടുതരുന്ന കാര്യമാണ്. പ്രാർത്ഥന നമ്മുടെ മനസ്സിന് ശാന്തി തരും, നമ്മളുടെ സ്ട്രെസ് കുറയ്ക്കും, ആങ്സൈറ്റി കുറയ്ക്കും, അതോടൊപ്പം ലൈഫിൽ കൂടുതൽ പോസിറ്റിവിറ്റി കൊണ്ടുവരും, കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുതരാനും നമ്മളുടെ ലൈഫിൽ നമുക്ക് സുപ്രീമായിട്ട് ഒരു പവർ ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് നമ്മളുടെ ലൈഫിനെ കൂടുതൽ സ്റ്റേബിൾ ആയിട്ട് കൊണ്ടുപോകാനായിട്ടും സാധിക്കും. യഥാർത്ഥത്തിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? പൊതുവിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മളുടെ ആവശ്യങ്ങൾ നേരിട്ട് എന്താണോ പറയാനുള്ളത്, അല്ലെങ്കിൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് മാത്രം പറയുന്ന ഒരു ശൈലിയാണ് യഥാർത്ഥത്തിൽ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ദൈവത്തോട് സംസാരിക്കാം അല്ലെങ്കിൽ പ്രാർത്ഥിക്കാം എന്നുള്ളത് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മളുടെ ദൈവവുമായിട്ട് നമ്മൾ നടത്തുന്ന ഒരു സംഭാഷണമാണ്. അതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ മനസ്സിന് ഒരു ഏകാഗ്രത കൊണ്ടുവരും, ശാന്തത കൈവരിക്കാൻ സഹായിക്കും, നമ്മുടെ ലൈഫിനെ കൂടുതൽ പർപ്പസ്ഫുള്ളി മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടൊക്കെ ഈ പ്രെയർ ശരിയായ രീതിയിൽ യൂസ് ചെയ്താൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി എങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം അല്ലെ പ്രാർത്ഥിക്കാമെന്ന് നോക്കാം. പ്രാർത്ഥന എന്ന് പറയുന്നത് സാധാരണ നമ്മളൊരു മെഡിറ്റേഷൻ ചെയ്യുന്നത് പോലെ തന്നെയാണ് പ്രാർത്ഥിക്കേണ്ടത്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് വളരെ ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ എവിടെയെങ്കിലും നിന്ന് നമ്മളുടെ ആവശ്യങ്ങൾ ഒന്ന് പറയുക എന്നുള്ള ഒരു കൺസെപ്റ്റ് ആണ് പൊതുവില്. പക്ഷേ അത് കൂടുതൽ എഫക്റ്റീവും നമുക്കൊരു മനസ്സിനൊരു ശാന്തതയും സമാധാനവും തരുന്ന ഒന്നായി മാറണമെങ്കിൽ ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയോൺമെന്റ് നമ്മൾ മെഡിറ്റേഷനിലൊക്കെ യൂസ് ചെയ്യുന്നത് പോലെ മറ്റൊരു ശല്യങ്ങളും ഇല്ലാതെ നമുക്ക് മനസ്സ് തുറന്ന് നമ്മളുടെ ഇമോഷൻസും ഫീലിങ്സും നമ്മളുടെ കൺസേൺസും ഒക്കെ വെന്റിലേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു എൻവയോൺമെന്റിൽ, അതൊരു മുറിയാവാം അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്ലേസ്, അവിടെ ശാന്തമായിട്ടുള്ള ഒരു എൻവയോൺമെന്റിൽ നമ്മൾ കണ്ണുകൾ അടച്ചായിരിക്കാം. ഒരു അല്പസമയം ഒരു സൈലന്റിലായിരിക്കുന്നത് വളരെയധികം എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഒരുപാട് ടെൻഷനും അല്ലെങ്കിൽ ആ ലൈഫിന്റെ സ്ട്രെസ്സിൽ നിന്നും ഒക്കെ ഒന്ന് റിലീഫ് ആക്കി കൊണ്ടുവരാനായിട്ട് ഈ ഒരു മെത്തഡിലൂടെ സാധിക്കും. അതിനുശേഷം വേണമെങ്കിൽ നമുക്ക് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന പോലെ ഒന്നോ രണ്ടോ ഡീപ് ബ്രെത്ത് എടുക്കുന്നതൊക്കെ നമ്മളുടെ ഈ പ്രാർത്ഥനയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സുപ്രീം പവറുമായിട്ട് കണക്ട് ചെയ്യുന്നതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ദൈവത്തെ നമ്മൾ എങ്ങനെയാണോ അഡ്രസ്സ് ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ വിളിക്കുക. ഓരോ ആളുകളും ദൈവത്തെ ഓരോ രീതിയിലായിരിക്കും അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ദൈവത്തെ എങ്ങനെയാണോ നമ്മൾ വിളിക്കുന്നത്, നമ്മളുടെ മനസ്സിൽ എന്താണോ നമ്മളുടെ ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നത്, ആ ഒരു പേര് അല്ലെങ്കിൽ ആ ഒരു നാമം നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് ചെയ്യേണ്ടത്. ഇത് വളരെയധികം എഫക്റ്റീവ് ആക്കാനും വേണ്ടി നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ എങ്ങനെയാണോ നമ്മുടെ ദൈവത്തെ വിളിക്കുന്നത് അതിന്റെ കൂട്ടത്തിൽ എന്റെ ചേർത്ത് നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കണക്ഷൻ കൂടുതൽ ബലപ്പെടുത്താനായിട്ട് അത് സഹായിക്കും. എന്റെ ദൈവമേ, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ വിളിക്കുന്നത് ആ ഒരു കാര്യം എന്റെ ചേർത്ത് ഒരു 2-3 പ്രാവശ്യം വിളിക്കുമ്പോൾ നമുക്ക് ആ ഒരു ട്രസ്റ്റ് അല്ലെങ്കിൽ എന്തിനും ഏതിനും നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കുന്ന ഒരു ആശ്വാസ കേന്ദ്രം ഉണ്ട് എന്നുള്ള ആ ഒരു വിശ്വാസം ബലപ്പെടാനായിട്ട് അത് സഹായിക്കും. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. പലപ്പോഴും നമ്മളുടെ എപ്പോഴും പ്രാർത്ഥന എന്ന് പറയുന്ന ആവശ്യങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഈ ഒരു രീതിയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുതരാനായിട്ട് അത് സഹായിക്കും. നമുക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണോ ദൈവം തന്നത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നത്, ആ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നത് നമ്മുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി കൊണ്ടുതരാനായിട്ട് സഹായിക്കും. ഇനി സ്റ്റെപ്പ് 3യിലാണ് നമ്മളുടെ ആവശ്യങ്ങളും നമ്മളുടെ ആകുലതകളും ഉത്കണ്ഠകളും ഒക്കെ നമ്മളുടെ ദൈവത്തോട് നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. പലപ്പോഴും ദൈവം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ കാഴ്ചപ്പാടിൽ ദൂരെ ഒരു നമുക്കൊക്കെ അപ്രാപ്യമായിട്ടുള്ള ഒരു സ്ഥലത്തിരിക്കുന്ന ഒരു പവർ അല്ലെങ്കിൽ ഒരു ശക്തിയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഭക്തിയോടുകൂടി മാത്രം അല്ലെങ്കിൽ ആ ഒരു എപ്പോഴും ആ ഒരു റിലേഷൻഷിപ്പിൽ നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടാണ് സംസാരിക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ ആവശ്യങ്ങള് നമ്മളുടെ ദൈവത്തോട് പറയുമ്പോൾ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള്, നമ്മളുടെ ഏറ്റവും അടുത്ത ഒരു സ്നേഹിതൻ, നമുക്ക് ഏറ്റവും അധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളോട്, ഒരു ഫ്രണ്ടിനോട് എങ്ങനെ പറയുന്നോ അങ്ങനെ നമ്മളൊന്ന് ദൈവത്തോടൊന്ന് സംസാരിച്ച് നോക്കുക. കാരണം ഇത് നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുതരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മളുടെ വിഷമങ്ങളും ആകുലതകളും നമ്മളുടെ ഏറ്റവും നല്ലൊരു സുഹൃത്ത് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ പറയുന്നു അതേ രീതിയിൽ നമ്മളുടെ എല്ലാ ആവശ്യങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും പറയാനുള്ളതും മൊത്തം നമുക്ക് അവിടെ ഈ ഒരു 3ാമത്തെ സ്റ്റെപ്പിൽ നമുക്ക് പറയാം. ഇതുകൊണ്ട് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. കാരണം പലപ്പോഴും പെൻറ്റപ്പ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് നമ്മുടെ ഏറ്റവും അധികം സ്ട്രെസ്, നമ്മളുടെ ഫിസിക്കൽ
ആയിട്ടുള്ള കാര്യങ്ങൾക്കും, അതായത് നമ്മുടെ ബോഡിയിലൊക്കെ ആണെങ്കിലും ഒരുപാട് അസുഖങ്ങളുടെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സ്ട്രെസ് വന്ന് നിറയുന്നതുകൊണ്ടാണ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രശ്നങ്ങൾ ആരോടും പറയാൻ സാധിക്കുന്നില്ല, ഇതൊക്കെയാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ പ്രാർത്ഥന പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് അത് സഹായിക്കും. അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ തെറ്റുകൾക്ക് നമ്മൾ ദൈവത്തോട് ക്ഷമ പറയുക എന്നുള്ളതാണ്. അറിഞ്ഞോ അറിയാതെയോ ഞാൻ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ക്ഷമ നമുക്ക് ദൈവത്തോട് ചോദിക്കാം. ഓർമ്മയുള്ള തെറ്റുകളൊക്കെ നമുക്ക് എടുത്തു പറയുന്നതും നമ്മുടെ മനസ്സിന് ഒരുപാട് റിലീഫ് തരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും. ചിലപ്പോഴേ നമ്മളുടെ ഒരുപാട് തെറ്റുകളൊക്കെ നമുക്ക് ആരോടും പറയാൻ സാധിക്കാതെ ഉള്ളിൽ കിടന്നൊരു വിങ്ങലായിട്ട് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നമായിട്ട് കിടക്കുന്നതാണ് എങ്കിൽ ഈ ഒരു അവസരത്തിൽ നമുക്ക് നമ്മളുടെ ദൈവത്തോട് അത് പറയുന്നത്, ഈ പ്രാർത്ഥനയുടെ ഇടയിൽ നമ്മൾ പറയുന്നത് നമുക്ക് ഒരുപാട് മനസ്സിന് ആശ്വാസം കൊണ്ട് തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതിന് ശേഷം നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന മറ്റേ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടപ്പെട്ടവർക്കും നമ്മളുടെ ചുറ്റിനുമുള്ള ആളുകൾക്കും ഈ ലോകത്തിനും ഒക്കെ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരു മെത്തഡ് കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ മറ്റുള്ളവരോടുള്ള, നമ്മുടെ ചുറ്റിനുമുള്ള ആളുകളോട് നമ്മൾ പോലും അറിയാതെ ഒരു സ്നേഹവും കരുതലും ഒക്കെ ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് ഇതിലൂടെ സാധിക്കും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ മെഡിറ്റേഷനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ഒരു വൈൻഡപ്പ് പോലെ നമ്മളുടെ ദൈവത്തോട് നമ്മുടെ ആ പ്രാർത്ഥന പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതായത് ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞ് നമ്മളുടെ ദൈവത്തോടുള്ള ആ ഒരു സംസാരം, അതായത് നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളോട് നമ്മൾ എങ്ങനെ സംസാരിച്ച് ആ ഒരു സംസാരം നമ്മൾ വൈൻഡപ്പ് ചെയ്യുന്നു അതേ രീതി തന്നെ നമ്മൾ ഇവിടെയും യൂസ് ചെയ്യുകയാണ്. ഈ ഒരു മെത്തഡ് നമ്മൾ ഫോളോ ചെയ്യുന്നത് പ്രാർത്ഥന അല്ലെങ്കിൽ നമ്മളുടെ ദൈവവുമായിട്ടുള്ള ഒരു കണക്ഷന്റെ ഒരു ആസ്പെക്റ്റിൽ നിന്നുകൊണ്ട് മാത്രമല്ല, നമ്മളുടെ ഡെയിലി ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണമെങ്കിൽ ഈ ഒരു രീതി നമുക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ സാധിക്കും. കാരണം ഇതിന് ഒരുപാട് ഹിഡൻ ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. പൊതുവില് മെഡിറ്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ് തരുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ പലരും പറയുന്ന ഒരു കാര്യം, മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് എനിക്ക് പോകാൻ സാധിക്കുന്നില്ല. പക്ഷെ ഒരു പ്രെയർ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മനുഷ്യർക്കും പൊതുവിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. അപ്പൊ ഈ ഒരു രീതി നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നോക്കിയാൽ നമ്മുടെ ലൈഫിൽ കൂടുതൽ പോസിറ്റിവിറ്റിയും കൂടുതൽ എനർജിയും കൂടുതൽ ഹാപ്പിനെസ്സും കൊണ്ടുതരാനായിട്ട് സഹായിക്കും.